വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലതിനെ കാണുകയുമൊക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എം ടി സാറിൻ്റെ ഏതാണ്ട് 10-12 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ 12 കഥാപാത്രങ്ങൾ. അമൃതം ഗമയ മുതൽ അവസാനം വരെയുള്ള ഈ ഓളം തീരും എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി കടപ്പാടും ഉള്ള ആളാണ്. ഒരു ആക്ടറിന്, ഒരു നടന് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഓളവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ്. ഒന്ന്, എം ടി സാറിൻ്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ്. ഏതാണ്ട് 50 വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ P.N. മേനോൻ സാറാണ്. അതുവരെ മദ്രാസുകളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രം കൂടിയാണ് ഓളം തീരും. മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു പിതൃതുല്യനും ഗുരുതുല്യനുമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എം ടി സാറിൻ്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നത്. P.N. മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അദ്ദേഹമാണ് മഞ്ഞിൽ വെട്ടിയ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം ധരിച്ച് ആളുകളിലേക്ക് എന്നെ എത്തിക്കുന്നത്. പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രിയൻ്റെ ഏതാണ്ട് 40-ലധികം ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. പ്രിയ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിൻ്റെ കഥകളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഓളം തീരവും എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിൻ്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും മാറിപ്പോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം സാറിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാര്യം ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷേ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷ് ശിവനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ചിത്രമായ ബറോസ് 3Dയുടെ ഛായാഗ്രാഹകനും അദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഓളം തീരം. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രം എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങളും നിയമനോടഥ എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു. അത് പ്രേക്ഷകർ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കണ്ടു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത്. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പഴയ ചിത്രം കാണുന്നത്
പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന് പ്രിയനും സന്തോഷം സാബുസലും എല്ലാവരും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ മറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ 2 ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കാണുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ZEE5-ന്, സരിഗമയ്ക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക്, ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സഹായം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സാറിനെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പേരെ വിളിക്കുന്നുണ്ട്. സോ നമ്മൾക്കറിയാം മനോരഥങ്ങളുടെ ഒരു വിജയാഘോഷമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു വിജയാഘോഷത്തിന് അല്പം പൂർണ്ണത നൽകാൻ കുറച്ച് മധുരമാകാം. സോ നമുക്കൊരു കേക്ക് കട്ടിംഗ് ചടങ്ങുണ്ട്. ഈ ഒരു ചടങ്ങിലേക്ക് സാന്നിധ്യമാകാൻ ഞാൻ കുറച്ച് പേരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം അവരും കൂടി ഒന്ന് വേദിയിൽ അവരുടെ സാന്നിധ്യം നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ദുർഗാകൃഷ്ണ, ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഹരീഷ്. പിന്നെ ഈ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളെയൊക്കെ വിട്ടുപോയ മമ്മൂക്കോയവരെയൊക്കെ ഈ സമയത്ത് നന്ദിപൂർവ്വം എന്താ പറയണ്ടേ, സ്മരിക്കാൻ പറ്റില്ല. താങ്ക് യു. ഓക്കെ, സോ അപ്പൊ നമ്മൾക്ക് നമ്മളുടെ മധുര ചടങ്ങിലേക്ക് പോവാം. ഈ ഒരു ചടങ്ങിന്റെ സാന്നിധ്യമാകാൻ നമുക്ക് വേദിയിൽ സ്വാഗതം ചെയ്യാം മേജർ രവി സാറിനെ, along with ആന്റണി പെരുമ്പാവൂർ, സന്തോഷ് ശിവൻ സർ, ജയരാജ് സർ, മഹേഷ് നാരായൺ സർ, രതീഷ് അമ്പാട്ട്, അശ്വതി വി നായർ, ജീതു ജോസഫ്. ജീതു സാറിനെ വേദിയിൽ സ്വാഗതം ക്ഷണിക്കുന്നു. സാറിന്റെ പടമൊക്കെ ഇന്ന് റിലീസായി. ഇനി നമ്മൾക്ക് ഇതിന്റെ ആർട്ടിസ്റ്റിനെയും മ്യൂസിക് ടീം അങ്ങനെയുള്ള കുറച്ച് പേരെയും കൂടി നമുക്ക് വെൽക്കം ചെയ്യാം. നമുക്ക് മ്യൂസിക് ടീമില് രാജേഷ് മുരുകേശൻ, വിജിബാൻ, രമേശ് നാരായൺ, രാഹുൽ രാജ്, സയ്യിദ് അബ്ബാസ്. ആർട്ടിസ്റ്റുകളായിട്ടുള്ള നമുക്ക് ദുർഗാകൃഷ്ണ, രഞ്ജി സാർ എത്തിയിട്ടില്ല, രഞ്ജി പണിക്കർ സാർ എത്തിയിട്ടില്ല, ദുർഗാകൃഷ്ണ, സുർബി ലക്ഷ്മി, ശിവദ, ഹരീഷ് പെരാടി, കൈലാഷ്, മണികണ്ഠൻ പട്ടാമ്പി, വിനോദ് കോവൂർ, ടി സുരേഷ് ബാബു, അപ്പുണ്ണി ശശി, കോഴിക്കോട് ജയരാജ്, പ്രാർത്ഥന, ഗീതി സംഗീതിക, പ്രിയ ശ്രീജിത്ത്, സന്തോഷ് വർമ്മ, ശ്രീകാന്ത് മുരളി, ഷിജി പട്ടണം, നിഖിൽ, നന്ദു പൊതുവാൾ സർ, സതീഷ് കാവൽക്കോട്ട, സുധീർ അമ്പലപ്പാട്, നമ്മളുടെ സാരഗമ ടീം സാരഗമ also on stage, Rohan sir and Siddharth sir on stage. Lloyd Xavier representing the ZEE5 team, നമ്മളുടെ launch ചെയ്ത platform ആണ്. Lloyd sir to please join on stage. ജിനു സർ പ്ലീസ് ഈ വേദിയിൽ വന്ന വേദി ധന്യമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സാഹിൽ ശർമ്മ ഫ്രം സാരഗമ, and Suraj Kumar,
Ashish as well. Z5, the entire team can come. I don't think I have to call everyone's name. നിങ്ങൾക്ക് എല്ലാവർക്കും വേദിയിലേക്ക് വരാം. Let the stage be full. നമ്മളുടെ ടെക്നിക്കൽ ടീം, നമ്മളുടെ ലോഞ്ച് ചെയ്ത ടീം, ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നാണ് നമ്മൾ മനോരഥങ്ങളാക്കിയത്. സോ ഇവരാണ് ഇത് പൂർത്തിയാക്കിയത്. സുരേഷ് സർ, സുരേഷ് ക്യാൻ പ്ലീസ് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കാം. ഓക്കെ, എനിക്ക് ലാൽ സാറിനെ കണ്ടുകൂടാ, ബട്ട് സ്റ്റിൽ ഐ റിക്വസ്റ്റ് ലാൽ സർ ടു കൈൻഡ്ലി ഇനീഷ്യേറ്റ് ദ കേക്ക് കട്ടിംഗ്. എന്നിട്ട് ഈ മധുരം എല്ലാവരുമായിട്ട് ഈ സ്റ്റേജിലുള്ള എല്ലാവർക്കും മധുരം കിട്ടണം എന്ന് കൂടി ഓർമ്മ വരുത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സന്തോഷത്തോടെ മനോരഥങ്ങളുടെ വിജയാഘോഷം തുടങ്ങാം. നിങ്ങൾ എല്ലാവരും കൈയടിച്ചോളൂ. ലാൽ സർ റെഡിയല്ലേ? എല്ലാവർക്കും ലാൽ സാറിനെ ജോയിൻ ചെയ്യാൻ അടുത്തേക്ക് പോവാം. അപ്പോ ലാൽ സാർ ഉൾപ്പെടെ ഈ ഒരു വേദിയിൽ വന്ന എല്ലാവർക്കും പോവാം. മേജർ രവി സാർ ഒഴിച്ച്. Thank you so much, Lal sir. Thank you so much, the entire team, technicians, everybody. Yeah, please take back your seat. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിലേക്ക് പോകാം. Okay. ഈ ഒരു വേദിയിൽ വന്ന് വേദി ധന്യമാക്കിയ എല്ലാവരോടും വീണ്ടും